ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം LBSITW എഞ്ചിനീയറിംഗ് കോളേജ് പൂജപ്പുര ക്യാമ്പസിനുള്ളിൽ പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് കരാറടിസ്ഥാനത്തിൽ വനിതാ മേട്രനെ ആവശ്യമുണ്ട്. മിനിമം യോഗ്യത SSLC ആണ്. സമാന മേഖലയിൽ മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് 26 രാവിലെ 10 മണിക്ക് നടത്തുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനായി അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ അഴീക്കോട് CHCയിൽ പാലിയേറ്റീവ് പരിചരണത്തിന് ദിവസവേതനാടിസ്ഥാനത്തിൽ പാലിയേറ്റീവ് നഴ്സിനെ നിയമിക്കുന്നുണ്ട്. യോഗ്യത BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് പാസ്സായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും പാലിയേറ്റീവ് ട്രെയിനിങ് കോഴ്സും കഴിഞ്ഞിരിക്കണം. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം മാർച്ച് 25 രാവിലെ 11 മണിക്ക് അഴീക്കോട് CHCയിൽ അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് വയനാട് ജില്ലയിൽ മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ബാച്ചിലർ ഓഫ് ഫാർമസി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസിയും കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്വയം തയ്യാറാക്കിയ അപേക്ഷ, തിരിച്ചറിയൽ രേഖകൾ, യോഗ്യത, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി മാർച്ച് 26 രാവിലെ 10 മണിക്ക് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. +2 സയൻസും DMLT DME അംഗീകൃത സർട്ടിഫിക്കറ്റ്, BSc MLT അംഗീകൃത സർട്ടിഫിക്കറ്റും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ, യോഗ്യത, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം മാർച്ച് 27 രാവിലെ 10 മണിക്ക് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ വെള്ളിമാടുകുന്ന് HMDCയിലേക്ക് പുണ്യഭവൻ മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികയിലേക്ക് 1 വർഷത്തെ കരാർ നിയമനത്തിലുള്ള ഇൻ്റർവ്യൂ മാർച്ച് 25 രാവിലെ 11 മണിക്ക് HMDCയിൽ നടക്കുന്നുണ്ട്. 21 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും 8ാം ക്ലാസ് പാസ്സായവർ എന്നിവരിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. അപേക്ഷ ഇൻ്റർവ്യൂ ദിവസം നേരിട്ട് നൽകണം. വിദ്യാഭ്യാസം, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ വ്യക്തമാക്കുന്ന രേഖകളും ആധാർ കാർഡും സഹിതം താല്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായുള്ള സ്ഥാപനമാണ് HMDC. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കീഴിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യവും DCA കമ്പ്യൂട്ടർ അധിഷ്ഠിത തൊഴിൽ മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രതിദിന വേതനം 720 രൂപയാണ് ലഭിക്കുന്നത്. 1 വർഷത്തേക്കാണ് നിയമനം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മാർച്ച് 27 രാവിലെ 11 മണിക്ക് സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രി ലാബ് ടെക്നീഷ്യൻ കം ട്രാൻസ്പോർട്ടർ എന്നീ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും DMLT അല്ലെങ്കിൽ BSc MLT സർട്ടിഫിക്കറ്റും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ലാബ് ടെക്നീഷ്യൻ കം ട്രാൻസ്പോർട്ടർ തസ്തികയിൽ ഇരുചക്ര വാഹനമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ മാർച്ച് 27 രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസിൽ ഹാജരാവണം. അടുത്തത് പാലക്കാട് ജില്ലയിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഭാഗത്തിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. സിവിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഈ യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ 3 വർഷ പോളിടെക്നിക് സിവിൽ ഡിപ്ലോമയും കുറഞ്ഞത് 5 വർഷം തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പൊതുമേഖല അല്ലെങ്കിൽ സർക്കാർ മിഷൻ അല്ലെങ്കിൽ സർക്കാർ ഏജൻസി എന്നീ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയമുള്ളവരെയും 2 വർഷ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സർട്ടിഫിക്കറ്റും കുറഞ്ഞത് 10 വർഷം തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പൊതുമേഖല അല്ലെങ്കിൽ സർക്കാർ മിഷൻ അല്ലെങ്കിൽ സർക്കാർ ഏജൻസി എന്നീ സ്ഥാപനങ്ങളിലെ
അതുപോലെ പ്രവൃത്തി പരിചയമുള്ളവരെയും പരിഗണിക്കുന്നതാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം മാർച്ച് 27 രാവിലെ 10:30 തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ കേരള വന ഗവേഷണ സ്ഥാപനത്തിൽ പ്രോജക്റ്റ് അസിസ്റ്റന്റിന്റെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. എസ്റ്റാബ്ലിഷിംഗ് ബാംബു പ്ലാന്റേഷൻസ് ഇൻ ഡിഫറെന്റ് അഗ്രോ ക്ലൈമാറ്റിക് സോൺസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഗ്രോത്ത് പെർഫോമൻസ് എന്ന പ്രോജക്റ്റിലേക്കാണ് നിയമനം. 2026 മെയ് 20 വരെയാണ് കാലാവധി. BSc ബോട്ടണി അല്ലെങ്കിൽ പ്ലാന്റ് സയൻസിൽ 1ാം ക്ലാസ്സോടുകൂടി ബിരുദമുള്ളവർക്ക് മാർച്ച് 25 രാവിലെ 10 മണിക്ക് തൃശ്ശൂർ പീച്ചിയിലുള്ള ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. പ്രതിമാസം 18,000 രൂപ ഫെലോഷിപ്പായി ലഭിക്കുന്നതാണ്. 36 വയസ്സാണ് പ്രായപരിധി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 5 മറ്റു പിന്നാക്ക വിഭാഗക്കാർക്ക് 3 വർഷത്തെ നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസിൽ ഹാജരാവണം. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.